വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോൾഡൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ബക്രീദൊക്കെ അടുത്ത് വരില്ലേ, എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ ദം ബിരിയാണിയാണിത്. ഈ ബിരിയാണി തയ്യാറാക്കുന്നത് സവാള ഫ്രൈ ചെയ്തിട്ടാണ്. വിറകടുപ്പിൽ വെച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതിനായി ആദ്യം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം. ഇതിലോട്ട് 1/4 കപ്പ് ഓയിൽ ചേർത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇനി 2 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം കറിവേപ്പിലയും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലവണ്ണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി 1/4 കപ്പ് മല്ലിയില ചേർത്ത് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് വിറകടുപ്പ് കത്തിക്കാം. തീ ഒന്ന് കത്തിപ്പിടിച്ചതിന് ശേഷം ചൂട് കട്ടിയുള്ള ഒരു ചെമ്പ് വെച്ച് കൊടുക്കുക. ഇത് ചൂടായതിനു ശേഷം നേരത്തെ ഗാർണിഷ് ചെയ്തപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന എണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് ചൂടായതിനു ശേഷം 8 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. അതേസമയം മറ്റൊരു അടുപ്പിൽ അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വെള്ളം നല്ലവണ്ണം ചൂടായി വരട്ടെ. അപ്പോഴേക്കും സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായിരിക്കണം സവാള. മസാലയിൽ അവസാനം ഇടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും അല്പം സവാള മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 1.5 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളകാണിത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാണ്. ബിരിയാണിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് തീ നല്ലവണ്ണം കുറക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പിലയും ചേർക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇനി ഇത് 2 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോഴേക്കും അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ബേ ലീഫ്, 8 ഏലക്ക, 1/2 ടീസ്പൂൺ സാജീരകം, 8 ഗ്രാമ്പു, 3 പട്ട, 1 പിടി പുതിനയില, 1 കൈപ്പിടി നിറയെ മല്ലിയിലയും, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. കല്ലുപ്പാണ് ചേർക്കുന്നത്. വെള്ളത്തിൽ ഒരു തുള്ളി ഉപ്പ് മുമ്പിൽ നിൽക്കണം, എന്നാലേ ചോറിലേക്ക് കറക്റ്റ് ഉപ്പുണ്ടാവുകയുള്ളൂ. ഓരോ ടേബിൾ സ്പൂൺ വീതം ഓയിലും ചെറുനാരങ്ങ നീര് ഒഴിച്ച് വെള്ളം തിളക്കുന്നത് വരെ മൂടി വെക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിർത്ത് വെച്ച 1.5 കിലോ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മസാല ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മസാലയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. 3 പച്ചമുളക് സെൻറ്ററിൽ കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇനി ഒരല്പനേരം കൂടി മൂടി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. 80% വേവായിട്ടുണ്ട്.
ബാക്കി ഇനി ദമ്മിടുമ്പോൾ വേവായിക്കോളും. അരി വേഗത്തിൽ ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ വേവ് ഏറിപ്പോകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചെമ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മസാലയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഗോൾഡൻ സവാള ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഓരോ കൈപ്പിടി വീതം പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ദമ്മിടുന്ന പ്രോസസ്സ്. ആദ്യം ഫസ്റ്റ് ലെയർ ഇടാം. ഇതിന് മീതെയായി നമ്മൾ നേരത്തെ ഗാർണിഷിന് വേണ്ടി തയ്യാറാക്കി മാറ്റി വെച്ച ഗോൾഡൻ സവാള മിക്സ് ഓരോ ലെയറിലും ബാച്ച് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ ഓരോ ലെയറിലും ഗരം മസാല പൗഡർ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഹോം മെയ്ഡ് ഗരം മസാല പൗഡറാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയറിലും ഇടയ്ക്കിടെ നല്ല നെയ്യ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് മുകളിലത്തെ ലെയറിൽ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കളറിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയതാണിത്. ഇതും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൈദമാവ് വെച്ച് ചെമ്പിന് ചുറ്റും ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ മൈദ വെച്ച് സീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നല്ല ചിരട്ടക്കണൽ കോരിയിടാം. ഇനി 2 മിനിറ്റ് ശരിക്കൊന്ന് അടിയിൽ കത്തിക്കണം. എന്നാലേ മസാലയിൽ നിന്നുള്ള നീര് ചോറിലേക്ക് വലിഞ്ഞു കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടിയിലെ തീ കെടുത്തണം. ഇനി മുകളിലെ കനൽ മാത്രം മതി. ഇതോടെ ബിരിയാണി ദമ്മായിക്കോളും. ഇനി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കനൽ കോരി മാറ്റി ദമ്മ് പൊട്ടിക്കാം. ഹൈവ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് വിളമ്പി തുടങ്ങാം. മൊത്തത്തിൽ വിളമ്പരുത്, ഒരു സൈഡിൽ നിന്നേ വിളമ്പാവൂ. ചിക്കനൊക്കെ നല്ല പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ബീട്രൂട്ട് ചമ്മന്തിയും ഊർമാമ്പഴ റൈത്തയുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയേക്കാൾ ടേസ്റ്റാണ് വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ബിരിയാണിക്ക്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും കഴിയുന്നതും ബിരിയാണി വിറകടുപ്പിൽ തന്നെ തയ്യാറാക്കുക. എന്നാലേ ദമ്മ് ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ വരുന്ന ബലിപെരുന്നാളിന് തീർച്ചയായും ഈ ഗോൾഡൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.